നാട്ടിലെ പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഡിസൈൻ ചേഞ്ചസ് ദുബായിലും സംഭവിക്കാറുണ്ടോ? അതെനിക്ക് തോന്നുന്നു ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ലാസ്റ്റ് മിനിറ്റ് എന്ന് മാത്രമല്ല, എല്ലാ പ്രോജക്ട്സും ചലഞ്ചിങ് ആണ്. ഡെഫിനറ്റ്ലി നമുക്കൊരു അപ്രൂവ്ഡ് ഡിസൈൻ കാണും, അപ്രൂവ്ഡ് പ്ലാൻ ഉണ്ടാവും, എല്ലാം കാണും നമുക്ക്. പക്ഷേ ചില സമയത്ത് നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പം ക്ലയൻറ്റിന് തോന്നും ഇന്ന ഒരു ചേഞ്ചസ് വരുത്തിയാലോ. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അവരുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്രീം കം ട്രൂ ആണ്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് പ്ലാനിങ് സ്റ്റേജിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ആളുകൾക്ക് അത് കാണുമ്പോഴായിരിക്കും അവർക്ക് ഐഡിയ വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി പല ചേഞ്ചസും വരാറുണ്ട്. ഇതൊക്കെ വന്നാൽ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡിസൈൻ ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഡിസൈൻ മാറിയോണ്ട് നമുക്ക് ടൈം കൂടുതൽ കിട്ടണമെന്നില്ല. നമ്മളൊരു കാര്യം ചെയ്തു വന്നു, അത് പൊളിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നതും നമുക്കുള്ള ഒരു ടൈം ലൈനിൽ വേണം ചെയ്തു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ദുബായിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ടിലുള്ളത് വിതിൻ ദ ടൈം ഫ്രെയിം, വളരെ കുറച്ച് ടൈം ഫ്രെയിം ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു ഷോപ്പ് എടുത്തിട്ട് അതിന് റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഫിറ്റ് ഔട്ട് പീരീഡ് ഇത്ര ആയിരിക്കും. അപ്പോൾ ആ ടൈമിനുള്ളിൽ അപ്രൂവൽസ്, എക്സിക്യൂഷൻ ഇതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ടൈം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പ്ലസ് ക്വാളിറ്റി, പ്ലസ് പ്രൈസ്. ഒരു കോമ്പറ്റിറ്റീവ് മാർക്കറ്റാണ് ദുബായിൽ. അപ്പം ക്വാളിറ്റിയോടുകൂടി കോമ്പറ്റിറ്റീവ് പ്രൈസിൽ വിതിൻ ദ ടൈം ഫ്രെയിം ഒരു പ്രോജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അവിടെ ഇൻറ്റീരിയർ ബിസിനസ് നടത്താനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ആ ഒരു ഫോർമുലയാണ് ഞങ്ങളും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വലിയ കമ്പനീസുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് അവരുടെ വർക്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവിടെ.